ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ ഫൈനലി കണ്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച കാണുന്ന സിനിമയായിരുന്നു, പക്ഷെ ഇവിടെ ഷോസ് കുറവായതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഇന്നാണ് ഫൈനലി കണ്ടത്. ദ പെറ്റ് ഡിറ്റക്റ്റീവ് സ്റ്റാറിംഗ് ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ, വിനയ് ഫോർട്ട്, വിജയരാഘവൻ, രഞ്ജിത്ത് പണിക്കർ, ജോമോൻ ജോസർ, ഇതൊക്കെയാണ് മെയിൻ. ഡയറക്ടർ ഒരു ന്യൂ കമർ ആണ്, പ്രണീഷ് വിജയൻ. നല്ലൊരു നീറ്റ് ഫൺ എന്റർടൈനർ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. റിട്ടൺ ബൈ പ്രണീഷ് വിജയനും ജയ് വിഷ്ണു കൂടിയാണ്. നല്ല രസകരമായിട്ട് തന്നെ കഥയും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഫ്രഷ് കഥയൊന്നുമല്ല, പക്ഷെ നല്ല രീതിയിൽ ഉപ്പും മുളകൊക്കെ ചേർത്ത് വളരെ അടിപൊളിയായിട്ട് തന്നെ ഈ സിനിമനെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇത്തിരി ഒന്ന് ഒരു ആഴ്ചയുടെ ഫീൽ ചെയ്തായിരുന്നു. കുറെ ചിരിക്കാനും രസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ഇന്റർവെൽ അല്ലെങ്കിൽ പ്രീ ഇന്റർവെൽ സീക്വൻസിൽ ഒരു ആക്ഷൻ ഉണ്ട്, ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് നല്ല രസമായിരുന്നു. അവിടെ മുതൽ പടം നല്ല എൻഗേജിങ് ആയിട്ട് മാറുവാണ്. സെക്കൻഡ് ഹാഫിനെ പറ്റി ഒരു പോരായ്മയില്ല. സെക്കൻഡ് ഹാഫ് ആ ഒരു കോമഡി എന്റർടൈനർ അല്ലെങ്കിൽ കളർഫുൾ കോമഡി എന്റർടൈനറിന് ഫുൾ നീതി പുലർത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി പടത്തിന്റെ ക്ലൈമാക്സ് നല്ല രസമായിരുന്നു. നമ്മൾ പണ്ട് പ്രിയദർശന സിനിമകളെ കാണില്ലേ, അതേപോലത്തെ ഒരു വൈബായിരുന്നു. ആ സിനിമകളുടെ ലെവൽ എത്തിയില്ലേ പോലും നല്ല രസമുള്ള ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു സിനിമയുടെ. ഈ സിനിമ ഒരു കയോട്ടിക് കോമഡി എന്റർടൈനർ ആണ്. അതുകൊണ്ട് തന്നെ കുറെ സപ്ലോട്ട്സ് ഉണ്ട്, ഒരുപാട് സപ്ലോട്ട് ഉണ്ട്. ഈ സിനിമ എവിടെ വിജയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കൊട്ടും കൺഫ്യൂസ് ചെയ്യാത്ത രീതിയിൽ തന്നെ കഥ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്. പടം കാണാൻ പോകുമ്പോൾ ലോജിക് ഒന്നും ഉപയോഗിക്കണ്ട. നമ്മൾ പണ്ടത്തെ ഈ CID മൂസ വെട്ടമൊക്കെ കാണാൻ പോയ അതേ മൈൻഡ് സെറ്റ് തന്നെ ഈ സിനിമ പോയി കാണുക. നിങ്ങൾ എൻജോയ് ചെയ്യുന്ന തന്നെ ഞാൻ വാക്ക് തരികയാണ്. വെറും 1 മണിക്കൂർ 58 മിനിറ്റ് മാത്രമേ സിനിമയുടെ റൺ ടൈം ഉള്ളൂ. ആ ഒരു റൺ ടൈം മൊത്തം നമ്മളെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും സിനിമയെ സാധിക്കും. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എടുത്തു പറയണത് കിടില വർക്കാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ആ ഒരു കളർഫുൾ കാർട്ടൂണിഷ് കോമഡി എന്റർടൈനർ വൈബ് നന്നായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ വിഷ്വൽസ്, കളർ ഗ്രേഡിങ്, എഡിറ്റിംഗ്, മ്യൂസിക് എല്ലാം സൂപ്പർ ആയിരുന്നു. ഇത് ചെയ്തവരും നല്ല സൂപ്പർ ടീമുകളാണ്. വിഷ്വൽസ് ആനന്ദ് സി ചന്ദ്രൻ, എഡിറ്റിംഗ് അഭിനവ് സുന്ദർ നായക്, മുകുന്ദനുണ്ട് അസോസിയേറ്റ് ഡയറക്ടറാണ്. അതേപോലെ മ്യൂസിക് രാജേഷ് മുരുകേശൻ. ക്യാരക്ടേഴ്സിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും എടുത്തു പറയേണ്ടതാണ്. വളരെ നല്ല കാച്ചി, നല്ല റിച്ച് ഒരു കോസ്റ്റ്യൂംസ് ആണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല കമന്റബിൾ വർക്ക് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ പെർഫോമൻസ്, ഇത് ഷറഫുദ്ദീന്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഷോയാണ്. നല്ല രസമായിട്ട് നമ്മൾ ഇതുവരെ കണ്ട ഷറഫുദ്ദീനെയും കാണാത്ത ഷറഫുദ്ദീനെയും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ എല്ലാവരും, ഈച്ച് ആൻഡ് എവ്രി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സും വളരെ ആ ഒരു ഫൺ മൂഡ് നന്നായി അതേപോലെ തന്നെയാണ് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ സിനിമ ഓവറോൾ ഒരു ഫൺ കളർഫുൾ കോമഡി എന്റർടൈനർ ആണ്. സോ ഗോ ആൻഡ് ഹാവ് ഫൺ ഇൻ തിയേറ്റേഴ്സ് എന്നേ പറയാനുള്ളൂ.